കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന പിങ്കിക്കിട്ട് നല്ല 8ന്റെ പണി തന്നെ കിട്ടുന്നുണ്ട്. പിങ്കി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഇനി അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത്. അർജുൻ മടങ്ങി വരുന്നുണ്ട്. അർജുനെ കൂട്ടിക്കൊണ്ട് അരുൺ വരുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഗാഥേനെ സുജാതയെ കുറിച്ചുള്ള വലിയ സത്യങ്ങളൊക്കെ അരുന്ധതി അറിഞ്ഞതിന് ശേഷം അരുന്ധതി അവരെ ഇറക്കി വിടാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇന്നെ കണ്ടു. അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പം അരുന്ധതിയും അനുസൂയയും പ്രിയയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ലക്ഷ്മിയമ്മ കഥ കടിച്ച് മുറിക്കകത്ത് കയറിയിരിക്കുന്ന കാര്യമൊക്കെ അറിയുന്നത്. പിന്നീട് ലക്ഷ്മിയമ്മനെ പോയി വിളിച്ചു കഴിഞ്ഞപ്പം അരുന്ധതി വന്ന സന്തോഷത്തില് ലക്ഷ്മിയമ്മ വന്ന് കഥ തുറക്കുന്നുണ്ട്. പക്ഷേങ്കില് മഹേശനെ ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് സാധിച്ചില്ല. മഹേശന്റെ കോളറിന് കുത്തിപ്പിടിച്ച ഇത്രയും വലിയ വിശ്വാസവഞ്ചന കാണിച്ച നിങ്ങളോട് ഇനി ഞാൻ പൊറുക്കില്ല, നിങ്ങളോടൊപ്പം എനിക്കൊരു ജീവിതമില്ല, ഞാൻ ഇനി മരിക്കുള്ളെന്ന് പറയാം. അതിന്റെ കാരണം എന്താണെന്നൊന്നും അരുന്ധതിക്കോ അനുസൂയക്കോ പ്രിയക്കോ ഒന്നും മനസ്സിലായില്ല. അവസാനം ഗൗതമിനോട് ചോദിക്കാം, മോനെ ഗൗതം, നീയെങ്കിലും സത്യം തുറന്നു പറ, ലക്ഷ്മിക്ക് എന്താ പറ്റിയത്, ഇവിടെ എന്താ സംഭവിച്ചേ? പിങ്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. പിങ്കി പറഞ്ഞു എല്ലാത്തിനും കാരണം നന്ദയാന്ന്. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്താന്ന് ചോദിക്കുമ്പോ ഗൗതം ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, ഗൗതമിനോട് ചോദിച്ചിട്ട് കാര്യമില്ല വല്യമ്മേ, ഗൗതം പറയത്തില്ല. കാരണം അച്ഛനെ കുറ്റപ്പെടുത്താനായിട്ട് ഗൗതത്തിന് കഴിയില്ല. നീ എന്താ പിങ്കി പറഞ്ഞു വരുന്നേ? അതെ, വല്യമ്മ പോയതിന് ശേഷം ഇവിടെ കുറച്ച് സംഭവവികാസങ്ങളൊക്കെ നടന്നു. ഇവിടെ ഇപ്പം നമ്മൾ മാത്രമല്ല, നമ്മളെ കൂടാതെ ഇവിടെ പുതിയ 2 അതിഥികളും കൂടെ ഉണ്ട്. ഒരു ഗാഥെ, ഒരു സുജാതെ. അത് ആരാന്നറിയണോ? അത് മഹേശ്വരൻ അമ്മാവന്റെ 2ാം ഭാര്യയും മകളും എന്ന് പറയാം. പെട്ടെന്ന് ഒരു നിമിഷം പിങ്കിയുടെ അടുത്ത് എന്നിട്ട് പിങ്കിയുടെ പിടിച്ചു വിളിച്ചിട്ട് അരുന്ധിച്ചു, നീ എന്താ പിങ്കി പറഞ്ഞേ? എന്ത് വൃത്തികേടും പറയാന്ന് വെക്കരുത്, ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞേ. അതിന്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നേ. ഗോതമ്പിനും നന്ദയ്ക്കും എല്ലാം ഇതറിയായിരുന്നു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാ നന്ദ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. ഈ വീട്ടിലെ അവകാശങ്ങളൊക്കെ പിടിച്ചു കൊടുക്കാനായിട്ട്, ഈ വീട്ടിൽ നിന്ന് ഒരു ഓഹരി അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ, അവകാശം സ്ഥാപിക്കാനായിട്ട് നന്ദയാണ് അവരെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അത്രയും വലിയ ചതിയാ നന്ദ ഈ കുടുംബത്തോട് ചെയ്തേ. പെട്ടെന്ന് നന്ദയുടെ അടുത്തേക്ക് അരുന്ധതി അങ്ങ് ചെന്നിട്ട് ചോദിച്ചു, ശരിയാണോ നന്ദ, ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോ? ഗാഥെ സുജാത ആരാ? ഗാഥയ്ക്ക് ഈ വീട്ടിൽ എന്നെ അവകാശം, എന്നെ അധികാരം, നീയാണോ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ചോദിക്കുക? അത് പിന്നെ വല്യമ്മ, നീ കൂടുതലൊന്നും പറയണ്ട, ഞാൻ ചോദിക്കേണ്ടോട് ചോദിച്ചോളാം. നേരെ മഹേശന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. മഹേശന്റെ അടുത്ത് ചെന്നിട്ട്, ഞാൻ ഈ കേട്ടൊക്കെ സത്യമാണോ മഹേശ്വരാന്ന് ചോദിക്കുകയാണ്. മഹേശ്വര ഒന്നും മിണ്ടിയില്ല. നിന്നോടാ ചോദിച്ചേ, ഇതിനകത്ത് സത്യം എന്താ? ഗാഥേനെ സുജാതയെ കുറിച്ച് പിങ്കി കുറച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്ന് ചോദിക്കാം. അല്ല, ഞാനത് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു. മനസ്സിലായി, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഗാഥ നിന്റെ മോളാണോ എന്ന് ചോദിച്ചാൽ നിനക്ക് വ്യക്തമായിട്ട് മറുപടി ഇല്ല. അപ്പൊ അതിനർത്ഥം എന്താ? ഗാഥ നിന്റെ മോളാണ് തന്നെയല്ലേ എന്ന് പറഞ്ഞു തീരുവല്ല. ഒറ്റ അടിയായിരുന്നു ആ കർണം തീർത്ത് മഹേശന്റെ. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോയി. ഇത്രയും വലിയ വൃത്തികേട് കാണിച്ച് ലക്ഷ്മീനെ നീ ഇത്രയും കാലം വഞ്ചിച്ചോണ്ടിരിക്കുവല്ലേ? എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ല, നീ നിന്റെ 2ാം ഭാര്യനെ മോളെ ഇവിടെ കയറ്റി പാർപ്പിച്ചിരിക്കുന്നു. ആരോട് ചോദിച്ചിട്ടാ നീ ഇതൊക്കെ ചെയ്തേന്ന് ചോദിക്കുക. പെട്ടെന്ന് തന്നെ അനസൂയ വന്നിട്ട് അടുത്തിനെ പിടിച്ചു മാറ്റുവാണ്. എന്താ ഏട്ടത്തി കാണിക്കണേ? എന്താ കാണിക്കുന്നത്? ഈ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്, അതല്ല ഇവൻ തകർക്കാൻ നോക്കുക. നാളെ പുറത്തുള്ളവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യവരത്തിന്റെ അന്തസ്സും അഭിമാനമൊക്കെ എവിടെ പോവും? അതറിയാവോ നിനക്ക്? മഹേശ്വരൻ പറഞ്ഞു, എനിക്കൊരു അബദ്ധം പറ്റി. എന്തബദ്ധം പറ്റിയെന്നാ നീ പറയണത്? ഇത് അബദ്ധം എന്നല്ല പറയണത്, ഇതിന് പറയുന്ന മറ്റൊരു പേരാ. അതെ, കാണിച്ചു തരാം ഞാൻ എന്താ കാണിക്കാൻ പോണെന്ന്. കൊടുങ്കാറ്റ് പോലെ നേരെ ഗാഥയുടെ സുജാതയുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് മഹേശനൊക്കെ ഞെട്ടിറിച്ച് പുറകെ പോകുന്നുണ്ട്. മഹേശനറിയാം ഏട്ടത്തി ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ അരുന്ധതി ആ മുറിയിലേക്ക് ചെല്ലുവാണ്. അരുന്ധതി മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഗാഥയെ സുജാത എന്ത് ചെയ്യണമെന്ന് അറിയാത്തേ നിൽക്കും. അവർക്കറിയാം ഈ കുടുംബത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്. അങ്ങനെ അരുന്ധതി എന്നപ്പോൾ അരുന്ധതിനെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അരുന്ധതി എന്നിട്ട് സുജാത വിളിച്ച്, നീ ആരാ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. സുജാത പറഞ്ഞു, ഞാൻ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി, നീ എന്ത് ധൈര്യത്തിന് ഇങ്ങോട്ട് വന്നേ? നിന്റെ മകളായിരിക്കുമല്ലേ ഇവള്. പക്ഷേങ്കില് എന്ത് പേര് പറഞ്ഞാ നീ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നേ? മഹേശന്റെ മോളാന്നൊക്കെ പറയുന്നു. ആർക്കറിയാം മഹേശന്റെ മോളാണോന്ന്? ഭർത്താവില്ല കുറെ കാലം താമസിച്ചല്ലേ നീയാ. ഇനി നിന്നെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചാൽ അറിയാം ചെമ്പമ്മേട്ടുള്ള കഥകളൊക്കെ എന്താന്ന്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാൻ വരുന്നില്ല ഞാൻ. പക്ഷെ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോളെന്ന് പറയാം. അല്ല, ഈ സമയത്ത് ഞങ്ങൾ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, എവിടെ പോയാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞിട്ട് ഗാഥയുടെ കയ്യെ കയറി പിടിക്കുവാണ്. ഗാഥയുടെ കയ്യെ പിടിച്ചു വലിച്ചുകൊണ്ട് അങ്ങോട്ട് പുറത്തേക്ക് വരുവാണ്. പുറത്തേക്ക് വന്നിട്ട് അപ്പൊ എല്ലാരും കൂടെ ചുറ്റും കൂടി നിൽക്കുക.
എന്താ സംഭവിക്കാൻ വന്നേ? പിന്നീട് ഗാഥയോട് പറഞ്ഞു, എടുക്കാനുള്ള എന്താന്ന് വെച്ചോ എടുത്തോ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറയാം. സുജാത പറഞ്ഞു, ഞങ്ങൾ ഈ സമയത്ത് എങ്ങോട്ടാ ഇറങ്ങുന്നേ? ഞങ്ങൾക്ക് പോകാനായിട്ട് ഇടവില്ല. ഞാൻ എവിടെയെങ്കിലും ഒരു വാടക വീട് എടുത്തിട്ട് ഒന്നും പറയണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണെന്ന് പറയാം. ഇനി ഒരു നിമിഷം പോലും നിൽക്കലെന്ന് പറഞ്ഞ് പിടിച്ചങ്ങ് ഗാഥനെ തള്ളി വിടുവാണ്. പെട്ടെന്ന് സുജാത കയറി ഗാഥനെ പിടിക്കുവാണ്. സുജാതയുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകി. ഗാഥയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ഗാഥ പറഞ്ഞു, മേലാല് ഒരവകാശം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. അച്ഛനാ മാളാന്നുള്ള ബന്ധം പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ കണ്ടുപോയേക്കല്. കേട്ടോടി, ഇറങ്ങടി വെളിയെന്നും പറഞ്ഞുകൊണ്ട് ഗാഥനെ തല്ലാനായിട്ട് അങ്ങോട്ട് കൈ ഓങ്ങുവാണ്. അടിക്കാൻ കൈ ഓങ്ങിയതും മഹേശനെ അടുക്കേക്ക് കയറി വന്നിട്ട് അടുത്തിട്ട് കയ്യും കൂടി തടയുവാണ്. കയ്യെല്ലാം കൂടി പിടിച്ചു. അതെ ഏടത്തി, ദൈവത്തെ ഓർത്ത് അവളെ തല്ലരുത് അവൾ എന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിക്കുക. മഹേശൻ മാറി നിൽക്കുക. നീ എൻ്റെ കൈ തടുക്കാറായല്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് അരുന്ധതി അത്രയും പ്രതീക്ഷിച്ചില്ല കൈ തടുക്കുന്ന. അപ്പൊ പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി. പിങ്കി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ തന്നെ നിൽക്കുന്നത്. കളി അങ്ങോട്ട് നോക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ വേണം, ഗൗതം തന്നോട് ചെയ്ത ചതിക്ക് ഇങ്ങനെ തന്നെ വേണം. മോഹിനിക്കും പവിത്രയ്ക്കും സന്തോഷം. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം സന്തോഷമാണല്ലോ. ആരാണ്ട് അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് നല്ല രസമാണെന്ന് പറഞ്ഞ രീതിക്ക് അവർ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അനസൂയ വന്നിട്ട് പറഞ്ഞു, അതെ എത്തി, എന്തായി കാണിക്കുന്നേ? എല്ലാത്തിനും നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ഇടപെടിയെന്ന് അവരിങ്ങനെ ഇറക്കി വരണ്ട. ഇറക്കി വിട്ട് നാളെ അവർ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് തന്നെ നാണക്കേട്. നമ്മൾ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴിറക്കി വരണ്ടെന്ന് പറയാം. പിന്നെ ലക്ഷ്മി അമ്മ ഇങ്ങനെ ഒന്നും ഇണ്ടായിരിക്കും. ലക്ഷ്മിയുടെ അടുത്തേക്ക് അരുന്നിട്ട് പറഞ്ഞു, നീ പേടിക്കേണ്ട ലക്ഷ്മി, ഒരു കാരണവശാലും നിനക്ക് ഇന്ത്യവരത്തിൽ നിന്ന് ഇറങ്ങേണ്ടതല്ല. നിനക്കൊന്നും സംഭവിക്കില്ല. ഈ അരുന്ധതി ജീവനോടെ ഉള്ളിടത്തോളം കാലം നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ട് ലക്ഷ്മിയോട് പറഞ്ഞു, നീ വേണ്ടാത്ത ചിന്തകളൊന്നും നിന്റെ മനസ്സിലുണ്ടാവരുത്. നീ ധൈര്യമായിട്ടിരിക്കുക. ഈ ഇന്ത്യവരം മൊത്തം നിന്റെ ഒപ്പമുണ്ട്. നീ ചിലപ്പം മനസ്സിൽ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അങ്ങനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ലക്ഷ്മി ഒന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ലക്ഷ്മി അമ്മ പറഞ്ഞു, വേണ്ട, എനിക്കിനി ഇങ്ങനെ പോലൊരു ഭർത്താവിനെ വേണ്ട. ഇത്രയും കാലം ഞാൻ സ്വന്തമെന്ന് കരുതി എൻ്റെ കൂടെ കൂട്ടിയതാ. ഞാൻ വിശ്വസിച്ചു. പക്ഷേങ്കിൽ ഒരു നിമിഷം, ഒറ്റ നിമിഷം കൊണ്ടെല്ലാം തകർത്ത് കളഞ്ഞില്ലെന്ന് ചോദിക്കുക. പിന്നീട് അങ്ങോട്ട് നന്ദ വന്നിട്ട് അരുന്ധതി പറഞ്ഞു, വല്യമ്മേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അവർ ഈ സമയത്ത് ഇങ്ങനെ ഇറക്കി വിട്ടാൽ ശരിയാവത്തില്ല. അവരെങ്ങോട്ട് പോകും? ആരുമില്ലാത്ത അവർക്ക്. അച്ഛനല്ലേ അവർക്ക് അഭയം കൊടുക്കണ്ടേ? അച്ഛൻ്റെ മോളല്ലേ നിൽക്കണേ? അപ്പൊ അവൾക്ക് ഇവിടെ ഒരു അവകാശമുള്ളല്ലേ? ഇങ്ങനെ ഇറക്കി വിട്ട് നാളെ അവർ വല്ല കേസുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് തന്നെ അതിന് നാണക്കേട് വരുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ? അതിനേക്കാളും ഭേദം അവര് കുറച്ച് ദിവസം ഇവിടെ നിന്ന് അവരെവിടെയെങ്കിലും വാടക വീട്ടിൽ എവിടെയെങ്കിലും മാറ്റി താമസിച്ചാൽ പോരെ? വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കുകയാണ്. അരുന്ധതി വന്ന് അനസയും വന്ന് അന്വേഷിക്കുന്നുണ്ട്. പ്രിയൊക്കെ അങ്ങോട്ട് വന്ന് അരുന്ധതിയോട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ഇവരെവിടെ ഉണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കും. ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ലെന്ന് ലക്ഷ്മി അമ്മ പറയാം. പെട്ടെന്ന് ഗൗതം വന്നിട്ട് പറഞ്ഞു, അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? അവരും ആരില്ലാത്തവരൊന്നും പറഞ്ഞില്ലേ? അമ്മ ഇത്രയും ദിവസം സഹിച്ചില്ലേ? ഒരു 2-3 ദിവസം അവിടെ സഹിക്കുക. അവർ ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റിക്കോളാം. അമ്മ ഒന്ന് സമാധാനിക്കാൻ പറഞ്ഞ് ലക്ഷ്മിനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഗാഥയെ സുജാതയെ നിൽക്കുക. അവസാനം അനസൂയ വന്നിട്ട് നിങ്ങൾ മുറിയിലേക്ക് ചെല്ലാൻ പറയാണ്. അങ്ങനെ അവരെ മുറിയിലേക്ക് തിരിച്ചു വിടുവാണ്. മഹേഷിന് ആകെപ്പാടെ സങ്കടം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ല അവസ്ഥയിലാണ് മഹേശ്വരൻ നിൽക്കുന്നത്. അങ്ങനെ മുറിയിലേക്ക് പോയിട്ട് ഗാഥേനെ കെട്ടിപ്പിടിച്ച് സുജാത പൊട്ടിക്കറിയുവാണ്. നമ്മളിനി എന്ത് ചെയ്യും മോളേന്ന് ചോദിച്ചിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. ഗൗതമിനും വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു അവസ്ഥയിലാണ് ഗൗതം നിൽക്കുന്നത്. പക്ഷെ മഹേഷിന് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളിലുണ്ട്. എന്തൊക്കെയോ മഹേഷിന് പറയണമെന്നുണ്ട്. പക്ഷെ അതൊന്നും അപ്പം മഹേശ്വരൻ തുറന്ന് പറയുന്നില്ല. മഹേശ്വരൻ അതെല്ലാം ഉള്ളിൽ ഒതുക്കുക ചെയ്തേ. പിന്നീട് അരുന്ധതി ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറിപ്പോവാ. ഈ സമയത്ത് അരുന്ധതിയുടെ മുറിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഗാഥ സുജാതെ. അങ്ങനെ ആ മുറിയിൽ നിന്ന് അവരെ പുറത്താക്കുവാണ്. ആ മുറിയിൽ നിന്ന് പുറത്താക്കി ഗാഥ കിടന്നുകൊണ്ട് ആ ചെറിയ മുറിയിലേക്ക് അവർ മാറുവാണ്. പിന്നീട് ആ മുറിയെ ക്ലിയർ ചെയ്ത് അരുന്ധതി അവിടെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് അനസൂയ വരുന്നത്. അനസൂയ വന്നിട്ട് പറഞ്ഞു, ഏട്ടത്തെങ്കിലും എടുത്തിയാടി ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കരുത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? നീ ഒന്ന് ഓർത്ത് വയ്ക്കേ. ഇവിടുത്തെ കാര്യങ്ങൾ നിനക്കറിയാലോ. ലക്ഷ്മിയുടെ കാര്യം ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ച കാര്യമാണോ? അതൊക്കെ ശരി തന്നെ. പക്ഷെ അവരെ അത്ര പെട്ടെന്ന് നീ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അത് മഹേശന്റെ മോളാ. ഇന്ത്യവരത്തിൽ തന്നെ രക്തം അത്. അപ്പൊ അതിനെ ഒഴിവാക്കാൻ പറ്റുമോ? അല്ല, പെട്ടെന്ന് അരുന്ധതി പറഞ്ഞു, ഒഴിവാക്കണമെങ്കിൽ എങ്ങനെയാണല്ലോ ഒഴിവാക്കണം? അതിന് എന്ത് വില കൊടുത്ത് ഒഴിവാക്കണം? എത്ര രൂപ വേണേലും കൊടുക്കാം. അവർ ഈ വീട്ടിൽ നിന്ന് പോയി തന്നാ എന്ന് പറയണം. അതേപോലെ നമുക്ക് ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാ. ഇതൊന്നും ഇടപെടിന്ന് എടുക്കേണ്ട കാര്യങ്ങളല്ല. ഏട്ടത്തിൽ നിന്ന് ആലോചിച്ച് തീരുമാനിക്കുക. എല്ലാവരും കൂടെ ഒരുമിച്ച് ആലോചിച്ച് തീരുമാനിക്കുക. പെട്ടെന്നൊന്നും ഒരു കാര്യം തീരുമാനിക്കേണ്ടെന്ന് പറയണം. പിന്നീട് മഹേശൻ ആകെപ്പാടെ തകർന്നുപോയി. മഹേശൻ എന്ത് ചെയ്യണം? ലക്ഷ്മിയുടെ അടുത്തേക്ക് പോകാൻ പോലും പറ്റില്ല. നിൽക്കാൻ പറ്റിയാലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവസാനം നേരമായി കഴിഞ്ഞപ്പം
നേരെ ഗാഥയുടെ സുജാതയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. മഹേശനെ കണ്ടതും ഗാഥ ഓടി വന്ന് മഹേശനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമ്പോഴത്തേനും മോളെ ചേർത്ത് പിടിക്കുകയാണ് മഹേശന്. വിഷമിക്കണ്ട കേട്ടോ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. മോൾക്കൊത്തിരി വിഷമായോ, സങ്കടപ്പെടണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണ്. ഇല്ല, എനിക്ക് സങ്കടമൊന്നുമില്ല അച്ഛ, പക്ഷെ എല്ലാവരുടെ മുന്നിൽ അച്ഛനെ നാണം കെടുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു വിഷമമുള്ളൂ. ലക്ഷ്മിയമ്മ പാവാ, ലക്ഷ്മിയമ്മയുടെ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ്റെ ലക്ഷ്മിയമ്മയുടെ നല്ലൊരു ജീവിതം ഞങ്ങളായിട്ട് തകർത്തല്ലോ എന്നോർത്ത് സമാധാനക്കേടാ. അതൊന്നും കുഴപ്പമില്ല മോളെ, അതൊക്കെ ദൈവം വിധിച്ചേക്കുന്നതാണ്, അങ്ങനെ തന്നെ നടക്കുള്ളൂ. മോള് എന്നോർത്ത് വിഷമിക്കണ്ട കേട്ടോ, മോൾക്കൊന്നും സംഭവിക്കില്ല. ഈ അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മോൾക്കൊന്നും സംഭവിക്കില്ലെന്ന് പറയാം. പിന്നീട് കാതനെ ചേർത്തിരുത്തി ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം പിങ്കി നല്ല സന്തോഷത്തിലായിരുന്നു. പിങ്കിയുടെ അടുത്തേക്ക് പിന്നെ അരുന്ധതി ചെല്ലുന്നുണ്ട്. അരുന്ധതി എന്നിട്ട് ഇവിടെ നടന്ന് താൻ പോയതിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ചോദിക്കുകയാണ്. കണക്കിലെ വല്ല വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി പറയുന്നുണ്ട്, ചെമ്പമേടിലെ എസ്റ്റേറ്റിലെ കണക്കിൽ വൻ തിരിമറി തന്നെയാണ് നടന്നിരിക്കുന്ന വല്യമ്മേ. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അരുന്ധതിക്ക് മനസ്സിലായി അതെല്ലാം അവൻ കൊണ്ടേ കൊടുത്ത അവറ്റകൾക്കായിരിക്കും കൊണ്ടേ കൊടുത്തോണ്ടിരുന്നത്. ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, ഇനി എല്ലാം ഒന്നുകൂടെ ഒന്ന് നോക്കണം എന്നൊക്കെ പിങ്കിനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. പിങ്കിക്ക് സമാധാനമായി. പിന്നീട് പിങ്കിനെ കാണാനായിട്ട് സാന്ദ്ര വരുവാണ്. സാന്ദ്രയാണല്ലോ ഇതിനെല്ലാം സൂത്രധാര. പിങ്കിയോട് പറഞ്ഞു കൊടുത്ത് എല്ലാ സാന്ദ്ര ഇന്ന പോലെ ചെയ്യണം, എങ്ങനെ ചെയ്താൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുള്ളെന്ന്. അങ്ങനെ സാന്ദ്ര തന്റെ അടുത്ത പ്ലാനുകളും പദ്ധതികളുമായിട്ട് നേരെ പിങ്കിനെ സമീപിക്കുകയാണ്. പക്ഷെ പിങ്കിയുടെ പ്ലാനുകളും പദ്ധതികളും ഞാൻ പൊളിച്ചുകൊണ്ട് അർജുനെയും കൊണ്ട് നേരെ വരുന്നുണ്ട് ഇന്ദീവരത്തിലേക്ക്. ഇത്രയും നാളും പിങ്കി സ്വപ്നം കണ്ട ഗൗതം എന്ന മോഹം പിങ്കിയുടെ തകർന്നുടയുവാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ആ വീട്ടിലുണ്ടായി കഴിയുമ്പോൾ പിങ്കിക്ക് ഒരു തിരിച്ചടി കിട്ടണ്ടേ. അപ്പൊ പിങ്കിക്കുള്ള 8ന്റെ പണിയായിട്ട് അരുൺ അങ്ങോട്ട് വരുന്നേ. അർജുനും കൂടെ വന്നു കഴിയുമ്പോൾ പിന്നെ ഇനി നടക്കാൻ പോകുന്ന വമ്പൻ ടിസ്റ്റുകളൊക്കെ തന്നെയാണ്. വീണ്ടും വീണ്ടും അവളുടെ പിങ്കിയുടെ കഴുത്തിൽ അർജുൻ താലി ആർത്തുന്നൊക്കെ ഉണ്ട്. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ പിങ്കി ഇനിയിപ്പോ പിങ്കിക്ക് ഒഴിയാനൊരു വഴിയില്ല. ഇത്രയും കാലം അർജുൻ ജീവിച്ചിരിപ്പില്ല, അല്ല അർജുൻ വരത്തില്ല എന്ന് പറഞ്ഞിരിക്കായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല, അർജുൻ ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നത്. ഇനി ഗൗതത്തിന്റെ പുറകെ നടക്കാൻ പറ്റില്ല. ഗൗതമും നന്ദയും തമ്മിൽ ഒന്നിച്ച് അവർ നടക്കുന്നത് കണ്ടിട്ട് കിളി പോയി സമനില തെറ്റി ഭ്രാന്തിയെ പോലെ അലയുന്ന പിങ്കിനെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.